നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? എന്താടാ, എന്താ പറ്റിയേ? ഹേ, നത്തിങ്. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അയ്യോ, പറയല്ലേ. ഉണ്ടായിരുന്നു. ആരാ ഉണ്ടായിരുന്നേ? അത് സൂര്യയുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫ്. നെയിം? പറയല്ലേ പ്ലീസ്. അതെനിക്കറിയില്ല. ഒരു പെണ്ണായിരുന്നോ? 158 സെന്റിമീറ്റർ ഹൈറ്റ് തോന്നിപ്പിക്കുന്ന സ്ട്രെയിറ്റ് ഹെയർ ഒക്കെ ഉള്ള, ലെഫ്റ്റ് ചീക്കിൽ ഒരു മറുകൊക്കെ ഉള്ളത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്നതൊരു പെണ്ണായിരുന്നു. നീ ഇപ്പോൾ താഴേക്ക് വരുന്നുണ്ടോ? ഇല്ല, നീ പൊയ്ക്കോ. താങ്ക് യു സോ മച്ച് സാർ. എനിക്കറിയാം അത് സാറിൻ്റെ അനിയനാണെന്ന്. പക്ഷേ പ്ലീസ് എന്നോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കല്ലേ. സമയം കളയാതെ പോയി ജോലി ചെയ്യാൻ നോക്ക്. ദേ പോയി. നീ എവിടെ പോയതാ? നിന്നെ റാം കണ്ടോ? കണ്ടില്ല. കഷ്ടിക്ക് ഞാൻ രക്ഷപ്പെട്ടു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയി. എന്ത്? നിന്റെ പേര്? എന്റെ ദൈവമേ. പോട്ടെ, നീ പറഞ്ഞില്ല എങ്കിലും റാം അറിയും. ആടെ പിന്നെ വരുന്നത്? ഓ, ഇതെന്നെയും കൊണ്ടേ പോകും. നീ വാ, നമുക്ക് മുങ്ങാം. വാ. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയെ, അതിപ്പോൾ ഇങ്ങനെയായി. എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട് മോളെ, അതൊക്കെ തരണം ചെയ്യുക എന്നതാണ് വിജയം. എന്നിട്ട് നിനക്ക് ഈ പറയുന്ന കഷ്ടപ്പാടില്ലല്ലോ. മിണ്ടാതിരി പട്ടി. ഇനി പണി ഓട്ടം പിടിച്ചു വരാനാണോ? എല്ലാം കാരണവന്മാർ ചെയ്ത പുണ്യം. നീ ശരിക്കും ലക്കിയ അല്ല എന്തു? അതെ, അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ നീയും. എന്ത് സന്തോഷം നിറഞ്ഞ ഫാമിലിയാ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്നോട് എനിക്ക് കുശുമ്പ് തോന്നാറുണ്ട്. നിനക്കും ഇല്ല എന്നെന്തോ നല്ലൊരു ഫാമിലി. അച്ഛനും അമ്മയും അനിയത്തിയും. എൻ്റെ അഭിപ്രായത്തിൽ നിന്റെ ഈഗോ മാറ്റി വെച്ചെന്ന് തിരിച്ചു ചെല്ലണ എന്ന് തന്നെയാ. നിനക്കത് ഈഗോ ആയിട്ടാണോ തോന്നിയത്? അവർക്കൊരു ബുദ്ധിമുട്ട് ഞാനായിട്ടുണ്ടാക്കാതെ ഒഴിവായതല്ലേ ഞാൻ. പിന്നെന്തിനാ നീ അവരോട് ഇത്രയും ദേഷ്യവും വാശിയും കാണിക്കുന്നത്? നീ ഈ ടോപ്പിക് ഒന്ന് നിർത്താമോ? വേറെന്തേലും പറ. എന്നാൽ നിന്റെയും റാമിന്റെയും ബ്രേക്കപ്പ് സ്റ്റോറി പറ. ഇവള്, നിനക്ക് എന്നെ സന്തോഷപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം പറയാൻ പറ്റുമോ? എന്നാ വാ ക്ലബിൽ പോകാം. നിന്റെ അച്ഛൻ സമ്മതിക്കുമോ? അതിന് അച്ഛനല്ലല്ലോ പോണേ, നമ്മളല്ലേ. പിന്നെന്തിനാ മുത്തേ സമ്മതം? പറയാതിരുന്നാ പോരെ. കം ഓൺ ബേബി, ലെറ്റ്സ് ഗോ. നീ എന്താ മാസ്കും തൊപ്പിയൊക്കെ വെച്ചേക്കണേ? അത് അച്ഛനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായാലോ. ഐ ശരി, ഇപ്പൊ അങ്ങനെയായോ? നിനക്ക് ഡ്രിങ്ക്സ് വല്ലതും വേണോ? നിനക്ക് വേണ്ടേ? ഹേയ്, ഞാൻ തറവാട്ടി പറഞ്ഞ കൊച്ച. ഓ, ഞാൻ ഹോസ്പിറ്റലിലുണ്ടായ, അപ്പൊ എനിക്ക് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ആകാം. ചാളി അടിക്കാണ്ട് നീ ഇവിടെ നിന്ന് തൊള്ളു, ഞാൻ എടുത്തിട്ട് വരാം. അറിയാവുന്ന ആരും ഉണ്ടാവല്ലേ. അയ്യോ ചേട്ടൻ. അല്ല, ഞാൻ എന്തിനാ പേടിക്കണേ? അപ്പൊ ഇവൻ ഇങ്ങോട്ട് വരാറുണ്ടല്ലേ? പറഞ്ഞില്ല അവൻ. നിക്കടി അവിടെ. എന്റെ ഡ്രിങ്ക്സും തട്ടി മറിച്ചിട്ട് ഒരു സോറി പോലും പറയാതെ പോകുന്നോ? അയ്യോ, സോറി പറഞ്ഞ പ്രശ്നം സോൾവ് ആകുമോ? ഇല്ല. പിന്നെന്താ വേണ്ടേ? നീ ആ മാസ്ക് മാറ്റിക്കേ. അയ്യോ, അത് പറ്റില്ല. എന്നാ നീ മാസ്ക് മാറ്റി സോറി പറയാതെ ഇവിടെ നിന്ന് പോകില്ല. അത് ശരിക്കും എന്താന്ന് വെച്ചാ, എന്നെ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ കണ്ടാ വീട്ടിൽ പ്രശ്നമാകും. അത് നിന്റെ മുഖം കാണാതെ ഞാൻ നിന്നെ ഇവിടുന്ന് വിടില്ല. ഇത് വലിയ തൊല്ലയായല്ലോ. ഇവിടെ ഫേസ് കാണിക്കാൻ സേഫ് അല്ലെങ്കിൽ എന്റെ കൂടെ വാ. ഞാൻ അങ്ങനെ ആരെ വിളിച്ചാലും കൂടെ പോകില്ല. ഈ വന്നില്ല, നിന്റെ ഫേസ് ഞാൻ ഇവിടെ ഇപ്പോൾ എല്ലാരെയും കാണിക്കും. ഓ നടാ, ഞാൻ ഫേസ് ഒക്കെ കാണിക്കാം. പക്ഷെ അതിനു മുന്നേ എനിക്കൊരു ഉറപ്പ് തരണം. ഉറപ്പോ? എന്തിനു? എന്തിന്റെ കാര്യത്തിൽ?
എന്നെ എന്റെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടരുത്. പിന്നെ എന്നോട് ഇതിന്റെ പേരിൽ ടോർച്ചറും ചെയ്യരുത്. സമ്മതമാണോ? നീ അതിലേതാ? പ്രോമിസ് ചെയ്യും. ഓക്കെ, പ്രോമിസ്. നീയോ? ആ, ഞാൻ തന്നെ. ഇപ്പൊ നടന്നതിനെല്ലാം സോറി. ഇനി ഇങ്ങനെ ഒന്നും ആവർത്തിക്കില്ല. കാലമാണ്. ഒരു ഡ്രിങ്ക്സ് എടുക്കാൻ ഇത്രയും താമസമോ നിനക്ക്? ഓ, ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ സംഭവിച്ചു. അയാളെ ഞാൻ വെറുതെ വിടില്ല. എന്തിനാ അയാൾ എന്നോട് അങ്ങനെ ചെയ്തത്? നീ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ പോകുകയായിരുന്നു. എന്താടി, നീ കരഞ്ഞോ? ഞാൻ ഇല്ലല്ലോ. എന്താ അങ്ങനെ ചോദിച്ചേ? കരഞ്ഞതുപോലെ ഉണ്ട്. അമ്മ പറഞ്ഞു നീ എന്നോട് എന്തോ പറയാൻ വന്നിരുന്നെന്ന്. എന്താ പറയും? അത് കോളേജിൽ ഏട്ടൻ വന്നിട്ട് പെട്ടെന്ന് പോയ കാരണം എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. അതാണോ? അത് പിന്നീട് ഒരിക്കലാകാം. ഉടനെ ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. നീ ഉറങ്ങിക്കൂ, ഇനി ഉറക്കം കളയണ്ട. നിനക്ക് ഈ ഏട്ടനോട് എന്തും പറയാം. കരഞ്ഞതിന്റെ റീസൺ എന്താന്ന് എനിക്കറിയില്ല. അറിയുന്ന നിമിഷം. അയ്യോ, അതൊന്നും ഇല്ലാന്നേ. ഏട്ടൻ പോവാൻ നോക്കിക്കേ. എന്നെ നടന്നതിനെ കുറിച്ച് എങ്ങനെ ഏട്ടൻ അറിഞ്ഞ അയാൾ പിന്നെ ജീവനോടെ വയ്ക്കില്ല. എന്നാൽ ഇത്രയും നാൾ എന്നെ പേടിച്ചിരുന്ന ആള് പെട്ടെന്ന് എങ്ങനെ? ഞാനോ? എന്തിനാ? എങ്ങോട്ടാ? എന്നെ നിന്നെ ഞാനാ കോളേജിൽ കൊണ്ടാക്കുന്നത്. വാ, കയറ്. അതെന്തേ പെട്ടെന്ന് എന്നോട് സ്നേഹം കൂടിയോ? നീ എന്തിനാ കരഞ്ഞ്? കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇവള് കാരണം ബാക്കി പിള്ളേർക്കായിരിക്കും പ്രശ്നം. ഏട്ടനത് എങ്ങോട്ടാ? കോളേജിലേക്ക്. ഓ എന്റെ പൊന്നെ, ഒന്ന് കാല് പിടിച്ച് പറഞ്ഞാൽ പോലും വരാത്ത ആൾക്കാരിപ്പ വരുന്നത്. അതെ, എനിക്ക് കോളേജിൽ ഒരു പ്രശ്നവും ഇല്ല. അതിന് നിനക്ക് പ്രശ്നം ഉണ്ടോന്ന് നോക്കാനല്ല, നീ കാരണം ബാക്കി സ്റ്റുഡൻസിന് പ്രോബ്ലം ഉണ്ടോ എന്നറിയാനോ. ഒരാളുടെ കൂടെ കുറവുണ്ടല്ലോ. ദേ, ഞാൻ വന്നു. പോകാം. എല്ലാരും വന്ന സ്ഥിതിക്ക് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരാം. വാ. കോളേജൊക്കെ ആകെ മാറി. ഞാൻ പഠിച്ചപ്പോ ദേ ആ ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. ആ ബിൽഡിങ്ങോ? അത് ഞാൻ പഠിച്ച സമയത്ത് കിട്ടിയതാ. അവിടെ ഇവിടെ നോക്കാതൊന്ന് വരാമോ 3 പേര് ഇങ്ങോട്ട്? നിന്റെ ചേട്ടന്മാരാണോ? ഓ, 3 പേര് എന്നെ ആൻസർ ആടി. ഭംഗി ആസ്വദിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് വാ. ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇത് മീന, ഇത് ഋതു. ഹായ്, ഐ ആം സൂര്യ. ഞാൻ ആദി. ഞങ്ങൾക്കറിയാം, ഇവൾ എപ്പോഴും പറയാറുണ്ട് 3 പേരെ കുറിച്ച്. ഇവളെങ്ങനെയാ കോളേജ്? തല്ലിപ്പൊളിയാണോ? അയ്യോ അല്ല, ഇതുപോലെ ഒരു തങ്കക്കടത്തിനെ കിട്ടാൻ ഞങ്ങൾ പുണ്യം ചെയ്യണം. ഇത് പറയാൻ ഇവിടെ നിങ്ങൾക്ക് എന്താ തന്നത്? ഒന്നും തന്നില്ല, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ചേട്ടാ, അതുകൊണ്ടാ. താരയ്ക്ക് ഇവിടെ വേറെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? എന്ത് പ്രശ്നം? എന്താടി, നിനക്ക് വേറെ പ്രശ്നമുണ്ടോ? ഇല്ല. എന്നാ നിങ്ങൾ ക്ലാസ്സിലേക്ക് പൊയ്ക്കോ, പിന്നെ കാണാം. നിങ്ങൾ പോകുന്നില്ലേ? ഞങ്ങൾ പൊക്കോളാം, നീ ചെല്ലു. ഡി താരെ, നിന്റെ ക്ലാസ് ട്യൂട്ടറിന്റെ നെയിം എന്താ? എന്തിനാ? ഒന്ന് കാണാൻ. കിഷോർ. ഡി, നീ എന്ത് പണിയാ കാണിച്ചേ? കിഷോർ സാറിനെ കണ്ട പണിയാകുകയല്ലേ? ഇവൾ എപ്പോഴും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാര്യം അവരറിയില്ലേ? അയ്യോ സോറി ഡി. എക്സ്ക്യൂസ് മീ, താരയുടെ ചേട്ടന്മാരല്ലേ? ഞാൻ കണ്ടിരുന്നു അവരുമായി സംസാരിക്കുന്നത്. ഞാൻ താരയുടെ ക്ലാസ്മേറ്റ് ആണ്. എനിക്കൊരു കാര്യം പറയാനായിരുന്നു. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. താര ക്ലാസ്സിലുള്ളത് ഭൂരിഭാഗം സ്റ്റുഡൻസിനും ഒരു ഡിസ്റ്റർബൻസ് ആണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സ്ഥിരമാണ്. അത് ടീച്ചേഴ്സിനൊക്കെ എതിർത്തുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലാസ് ട്യൂട്ടറിന്റെ ക്ലാസ്സിൽ. പിന്നെ തല്ലുണ്ടാക്കുക, ഇതൊക്കെ. ഇനഫ്, അത് ഞങ്ങൾ നോക്കിക്കോളാം. കുട്ടി ഇപ്പൊ ചെല്ലു. വളരെ നല്ല അഭിപ്രായമാണല്ലോ പിള്ളേർക്ക് ആ കുരുത്തം കെട്ട പെണ്ണിനെ കുറിച്ച്.
ഏട്ടൻ കൂടുതലൊന്നും പറയണ്ട. ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും തല്ലുണ്ടാക്കി പോലീസ് കേസ് ആവാൻ നേരം അപ്പൻ കിടന്നോടിയത്. എനിക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സൂര്യദേവ് അല്ല, പഴയ സൂര്യദേവ്. ആ മതി മതി, വാ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. സാർ, മേ ഐ കം ഇൻ? യെസ്. സാറ് പറഞ്ഞിരുന്ന അസൈൻമെന്റ്. ആ ഓക്കെ, ഞാനാണ് നിങ്ങൾക്ക് 3rd അവറും 4th അവറും. എല്ലാവരോടും സെമിനാർ എടുക്കാൻ റെഡിയായിരുന്നോളാം പറ. ഓക്കെ സാർ. ഹാ ശ്രീബാല, ഹാ സാർ. അശ്വിനോട് ഇന്റർവെൽ ടൈമിൽ എന്നെ വന്ന് കാണാൻ പറയണം. ഓക്കെ സാർ. ശ്രീബാല, ഡാ, നിങ്ങൾ ആ പെൺകൊച്ചിനെ വായി നോക്കാതെ അകത്തേക്ക് വാ. എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ 3rd ഇയറിൽ പഠിക്കുന്ന താരയുടെ ബ്രദേഴ്സാണ്. ഞങ്ങളുടെ കൊച്ചിനെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നും അല്ല കേട്ടത്. അതൊക്കെ ഒന്ന് അറിയാനും അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയാനൊക്കെയാണ് ഞങ്ങൾ വന്നത്. ഓ, താരയെക്കുറിച്ച് എന്താ കേട്ടതെന്ന് പറയൂ. പറയാനാണെങ്കിൽ കുറച്ച് അടിപിടിയും പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നും അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ കച്ചറ സ്വഭാവം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. ഓ, എൻ്റെ ക്ലാസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അടിപിടി, അത് പിള്ളേർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അത് അവർ തന്നെ സോൾവ് ചെയ്തോട്ടെ. കോളേജിൽ വരുന്നത് പഠിക്കാനാണല്ലോ. അതാളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. ആഹാ, നല്ല അഭിപ്രായമാണല്ലോ. അവൾ ഇന്നലെ കുറച്ച് ഗ്ലൂമി ആയിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചിട്ട് ആളൊന്നും പറയുന്നില്ല. അതാ ഇന്ന് ഞങ്ങൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. ഇന്നലെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവരുടെ ക്ലാസ് ട്യൂട്ടറാണ്. കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ മാനേജ് ചെയ്തോളാം. താരയെ ഞാൻ നന്നായി ശ്രദ്ധിച്ചോളാം. ഓ, എന്തായിരിക്കും അവര് സംസാരിക്കുന്നത്? ഇന്നലെ എന്തെങ്കിലും സംഭവിച്ചത് അറിഞ്ഞിട്ടാണ്. എടി, എന്നാലും മിസ്സിന്റെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നത് ശരിയായില്ല. ഇതിനി പ്രശ്നമാകുമോ? ആകട്ടെ, അതിന് വലിയ ടെൻഷനില്ല ഞാൻ. എങ്കിൽ ശരി സാർ. നിനക്കെന്താടി ക്ലാസ് ഇല്ലേ? താര, ഇത് സനുഷ മിസ്സിന്റെ പീരീഡ് അല്ലേ? മിസ് ക്ലാസ് എടുക്കാൻ വന്നായിരുന്നല്ലോ. അത് ഞാൻ ഏട്ടന്മാരോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ പറയൂ. അത് നിങ്ങളോട് മാത്രം പറയാനുള്ളതാ. എങ്കിൽ സാർ ഞങ്ങൾ അങ്ങോട്ട്. ആ പിന്നെന്താ? നിങ്ങൾ എന്തിനാ എവിടെ കിടന്ന് ചുറ്റിക്കളിക്കുന്നേ? പൊയ്ക്കൂടെ? ഇത് പറയാനാണോ നീ ഓടി വന്നേ? ആ, അല്ലാതെ പിന്നെ. ഓ, പോകാൻ നോക്ക്. ഇതോടെ കൂടെ നമ്മൾ കോളേജിലേക്ക് വരണമെന്നുള്ളവരുടെ കൊതി തീർന്നു കിട്ടിക്കാണും. നോക്കി നിൽക്കാതെ ക്ലാസ്സിലേക്ക് കൂടി. ഇന്നലത്തെ തന്റെ കാട്ടിക്കൂടൽ ഇപ്പൊ ഞാൻ എന്റെ ഏട്ടന്മാരോട് പറഞ്ഞു കൊടുത്താൽ അവര് തന്നെ ജീവനോടെ കത്തിക്കും. പിന്നെന്താ എന്റെ കുഞ്ഞാരമോൾ അതൊന്നും പറഞ്ഞു കൊടുക്കാതിരുന്നത്? നിനക്ക് ഞാൻ ഇന്നലെ തന്നത് അങ്ങ് ബോധിച്ചു. ഒന്ന് പോടി. എന്റെ പൊന്നു കിഷോർ സാറേ, ഇന്ന് ഞാൻ ക്ലാസ് എടുത്തോണ്ടിരുന്ന ടൈമിൽ ആ താര ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടം. സാറിന്റെ ക്ലാസ്സിൽ സ്ഥിരമാണെന്നാണല്ലോ കേട്ടത്. ആ, എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രമേ പോകാറുള്ളൂ. താര ഇനി ആ പരിപാടി കാണിച്ചാൽ സാറേ ഞാൻ വേറെ ഒന്നും നോക്കില്ല, നേരെ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. അതിന് ഇത് അത്രയ്ക്കുള്ളതൊക്കെ ഉണ്ടോ മിസ്സേ? സാറിന് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇന്ന് എല്ലാരും ലേറ്റ് ആണല്ലോ. ശരിയാ, ആദ്യ സാർ വരെ ലേറ്റ് ആണ്. പക്ഷെ റാം സാർ എവിടെ? അതെ വന്നല്ലോ. ഓ നോ, റാം പോയോ? ആ പോയി. ഇന്നെങ്കിലും ബ്രേക്കപ്പ് സ്റ്റോറി പറഞ്ഞു തരണേ. തിര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടാല്ലയോ? പറഞ്ഞു താടെ പൊന്നെ. ആ പറഞ്ഞു തരാം. എന്തിനാ സാർ വിളിപ്പിച്ചത്? താൻ സ്റ്റോർ റൂമിൽ പോയി 2023 റെക്കോർഡ്സ് ഒക്കെ ഒന്ന് എടുത്തോണ്ട് പോവാ. ഓക്കെ സാർ.
ഡാ, നീ പറഞ്ഞ നന്ദയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. വേണ്ടാത്ത പരിപാടിയൊന്നും കാണിക്കരുത് കേട്ടല്ലോ. ഓക്കെ. ഉം, 2023. ആ, ആരാ ആരാ അവിടെ? റാം, മതിയാക്കല്ലേ നന്ദ ഈ ഹൈഡ് ആൻഡ് സീക്ക് കളി? എന്നെ ചതിച്ചിട്ടും എന്റെ കമ്പനി തന്നെ ജോലി ചെയ്യാൻ കാണിച്ച നിന്റെ ആ തൊലിക്കട്ടി. അയ്യോ, മാഡത്തിന് പണ്ടേ തൊലിക്കട്ടി കൂടുതലാണല്ലോ. നാണോ മാനോ കപ്പൽ കയറി പോയാലും തല ഉയർത്തി പിടിച്ച് നിന്നല്ലേ ശീലം. അവിടെ നിക്കടി, എങ്ങോട്ടാ നീ പോകുന്നേ? റാം, എന്നെ വിട്. അങ്ങനെ നിന്നെ വെറുതെ വിടാനല്ലടി ഞാൻ തിരിച്ചു വന്നത്. നീ കാരണം എനിക്കുണ്ടായ മുറിവുകളുടെ വേദന നീയും അറിയണം. റാം, എന്റെ കയ്യിൽ നിന്ന് വിടാൻ. വിടാൻ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെടുക്കുക? അത് ഞാൻ റെക്കോർഡ് എടുക്കാൻ വന്നതാ. എങ്കിൽ എടുത്തിട്ട് പൊയ്ക്കൂടെ? ആ. റാം, നീ ഇതാ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇതിലൊന്നും ഞാൻ തളരില്ല റാം. ഇത്രയും നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ ഇനി എനിക്ക് മുന്നോട്ട് അതിന് സാധിക്കും.